നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമീപകാലത്ത് ബ്രസീൽ അർജൻറ്റീന മത്സരങ്ങളിൽ ആധിപത്യം അർജൻറ്റീനക്കാണ്. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ മാറക്കാനയിലിട്ട് ബ്രസീലിനെ തോൽപ്പിച്ചു. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തന്നെ 2023 നവംബറിൽ നടന്ന മത്സരത്തിൽ വീണ്ടും മാറക്കാനയിൽ പോയിട്ട് ബ്രസീലിനെ തോൽപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആധിപത്യം അർജൻറ്റീനക്കാണെങ്കിലും അടുത്ത കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നു, എന്തൊക്കെയാണെങ്കിലും ബ്രസീലാണ്, ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നു, കടുത്ത എതിരാളികളാണ് അവർ, കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. ഇപ്പോൾ ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഇന്നലെ അണ്ടർ 20 ടീമുമായിട്ട് അർജൻറ്റീന ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചു. അതൊരു ചാരിറ്റി മാച്ചായിരുന്നു. ആ കളിക്ക് ശേഷമാണ് ബ്രസീലിനെതിരെ വരുന്ന ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തെക്കുറിച്ച് കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞു. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, അത് അർജൻറ്റീനയിലെ സമയമാണ് ചൊവ്വാഴ്ച കളി നടക്കുന്നത്. അവിടെ ചൊവ്വാഴ്ച രാത്രിയാണ് കളി. നമുക്ക് ഇന്ത്യൻ സമയം ടൈം സോൺ ഡിഫറൻസ് കാരണം ബുധനാഴ്ച പുലർച്ചെയാണ് കളി നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സ്കലോനി പറയുന്നത്, ഇത് ടഫായിട്ടുള്ള മാച്ചായിരിക്കും. ബ്രസീൽ എന്തൊക്കെ പറഞ്ഞാലും ബ്രസീലാണ്, അവർക്ക് ലോകത്തെ മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോകുകയാണ്. അദ്ദേഹം പറയുന്നു, ബ്രസീൽ ഈസ് ബ്രസീൽ എപ്പോഴും അങ്ങനെയാണ്. ബ്രസീലാണ്, നമ്മളത് മനസ്സിലാക്കണം. അവർക്ക് ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ചിലർ അവരുടെ നിരയിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും അവർ നമുക്കൊരു ഫോർമിഡബിൾ ആയിട്ടുള്ള ഓപ്പണൻസ് ആയിരിക്കും. അവരെ ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഓൾറെഡി ഞങ്ങൾ അവരുടെ കളിയും മറ്റുമൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കൂടുതൽ വിശദമായിട്ട് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. കൂടുതൽ ഇത് ഡിഫിക്കൽട്ടായിട്ടുള്ള മാച്ചായിരിക്കും, പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അധികമൊന്നും പറയുന്നില്ല. ഒരു ഗ്രേറ്റ് ഓപ്പണൻ്റാണ് ബ്രസീൽ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്നാണിപ്പോൾ സ്കലോനി പറയുന്നത്. ഇതുതന്നെയാണ് ഡൊറിവാൾ ജൂനിയറും പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് അർജൻറ്റീന ഈസ് അർജൻറ്റീന എന്തായാലും അർജൻറ്റീനയാണ്. അവരോട് ഏറ്റുമുട്ടുന്നത് എളുപ്പമല്ല. ഗ്രേറ്റ് റൈവൽറി രണ്ട് ടീമിനും തമ്മിലുണ്ട്. പക്ഷേ 3 പോയിൻ്റ് ലക്ഷ്യമിട്ട് കളിക്കുകയാണ് വേണ്ടത് എന്ന് ഡൊറിവാൾ ജൂനിയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.